നമസ്കാരം. ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ നീക്കവുമായി തുർക്കി. ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ പ്രഖ്യാപിച്ചു. നേരത്തെയും ഇസ്രായേൽ വിരോധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഉർദുഗാൻ കർശന നിലപാടിലേക്ക് നീങ്ങുന്നത്. സൗദി അറേബ്യ, അസർബൈജാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് തുർക്കി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രായേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഉർദുഗാൻ അടിവരയിട്ട് വ്യക്തമാക്കി. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനകത്തു നിന്നും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് തുർക്കിയും നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും. റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്നും ഉർദുഗാൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുർക്കി ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറുമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ സമാന നിലപാടിലാണ് തുർക്കി. കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസിഡറെ ഔപചാരികമായി തിരിച്ചു വിളിച്ചിരുന്നുവെങ്കിലും ടെൽ-അവീവിലെ തുർക്കി നയതന്ത്ര ദൗത്യം അവസാനിപ്പിച്ചിരുന്നില്ല. ഇതിനിടെ പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ ഇസ്രായേൽ നയതന്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തില്ലെന്ന് ഉറപ്പാണ്. ഈ വർഷം ആദ്യം ഫലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിലും തുർക്കി ഇടപെടൽ നടത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് 52 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായി ഉർദുഗാൻ പറഞ്ഞു. നേരത്തെ ഗാസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ച് ഉർദുഗാൻ രംഗത്ത് വന്നിരുന്നു. ഒക്ടോബർ 7 മുതൽ കൊലയാളി ഭരണകൂടമായ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത 10,000-കണക്കിന് ആളുകളെ ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. ജീവിത പങ്കാളികളെയും കുട്ടികളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന ഗാസയിലെയും ഫലസ്തീനിലെയും ലെബനനിലെയും സഹോദരന്മാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുവെന്നുമാണ് അന്ന് ഉർദുഗാൻ പറഞ്ഞത്. അതിനിടെ ഹമാസിനെയും ഹിസ്ബുള്ളയും അടിച്ചമർത്തുന്ന നെതന്യാഹുവിന് സ്വന്തം നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നെതന്യാഹുവിനെതിരെ അതിശക്തമായ രോഷം ഇസ്രായേലിൽ ഉടലെടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായി പ്രതിസന്ധികളേറെയാണ്. ഇതിനിടയിലാണ് നെതന്യാഹുവിന്റെ മകന്റെ തുറന്നു പറച്ചിലേറെ സജീവ ചർച്ചയാകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണമായി മകൻ യാഹിർ നെതന്യാഹുവാണ് രംഗത്ത് വന്നത്. ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയും ചെയ്യുന്നതായി യായിൻ ആരോപിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടയിലാണ് യായിർ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ ഓഫീസിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന അവസ്ഥ വന്നതോടെ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് യായിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നത്. അതേസമയം ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ 6 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തെക്കൻ ലബനനിലെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ വ്യാപിപ്പിക്കുന്നതായി IDF പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ തിരിച്ചടിയുണ്ടായത്. അതിർത്തിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് സൈന്യം നീങ്ങുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗോലാനി ബ്രിഗേഡിന്റെ 51-ാം ബറ്റാലിയനിലെ അംഗങ്ങളായ 19, 20, 21, 22 വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത്. IDF നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെക്കൻ ലെബനനിലെ ഒരു ഗ്രാമത്തിലെ കെട്ടിടത്തിനകത്ത് 4 ഹിസ്ബുള്ള അംഗങ്ങളുമായി ഉണ്ടായ വെടിവെപ്പിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്.